ഏറെ വലുതായിട്ടും നമ്മൾ ജീവിതത്തിൽ പേറുന്ന കുട്ടിക്കാലത്തെ മുറിവുകൾ ഉണങ്ങാതെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വേദനിക്കുന്നത് നമ്മളിൽ പലർക്കും അനുഭവമുണ്ട്. പ്രിയമുള്ളവരെ, വർത്തമാനകാലത്തിൽ നമുക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്തതിൻ്റെ പല കാരണങ്ങളിൽ ചിലത് ആ കുട്ടിക്കാലങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വന്നു വീണ വൈകാരികമായ മുറിവുകളാണ്. ശരീരത്തിനേറ്റ മുറിവുകളൊക്കെ തന്നെ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് മാറ്റിയെടുക്കാം. പക്ഷേ വൈകാരികമായ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ അത്ര പെട്ടെന്നൊന്നും മാറില്ലെന്ന് മാത്രമല്ല, ആ മുറിവുകൾ ഇടയ്ക്കിടെ നമ്മുടെ വർത്തമാനകാല പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ 5 പ്രധാനപ്പെട്ട മുറിവുകളുണ്ട്. അതിലേതോ ഒരു മുറിവ് എന്നെയും നിങ്ങളെയും ഇടയ്ക്കൊക്കെ വന്ന് സ്വാധീനിക്കാറുണ്ട്. അതിൻ്റെ ഫലമായി നമ്മൾ ആൾക്കൂട്ടത്തിലാവുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഒരു നേട്ടം കൈവരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴൊക്കെ തന്നെ ആ മുറിവിൻ്റെ ഫലമായി നമ്മളിൽ പ്രത്യേക തരം ചില മുഖംമൂടികൾ എടുത്ത് അണയാറുമുണ്ട്. അറിയാമല്ലോ, അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മുറിവ് തിരസ്കാരം അല്ലെങ്കിൽ റിജക്ഷനാണ്. കുഞ്ഞുനാളിൽ എവിടെയോ നമ്മെ സ്വീകരിക്കേണ്ടതിന് പകരം നമ്മെ അകറ്റി നിർത്തിയതിൻ്റെ, തിരസ്കരിച്ചതിൻ്റെ, റിജക്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ വല്ലാത്തൊരു വേദന അത് അകത്ത് ഘനീഭവിച്ച് കിടക്കുന്നുണ്ട്, കട്ടയായി കിടക്കുന്നുണ്ട്. ആ വേദനയിലേക്ക് വർത്തമാനകാലത്തെ ഏതെങ്കിലും ഒരു പെരുമാറ്റം നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ആൾക്കൂട്ടത്തിൽ നിന്നോ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നാം പെട്ടെന്ന് എടുത്തണിയുന്ന ഒരു മുഖംമൂടിയാണ് വിഡ്രോവർ. നാം പിൻവാങ്ങുന്ന ആളായി, പിന്മടങ്ങുന്ന ആളായി, കാര്യത്തിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന ഒരാളായി മാറും. ഈ മുഖംമൂടി എടുത്തണിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാറ്റിനോടും മുഖം തിരിഞ്ഞു നിൽക്കാനും ഒന്നിലും ചേരുന്നില്ല എന്ന തോന്നൽ സ്വയം പറഞ്ഞ് എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കാനുമുള്ള ഒരു മനോഭാവമായിരിക്കും ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, തിരസ്കാരത്തിൻ്റെ ആ മുറിവ് പെട്ടെന്ന് തന്നെ ഉണരുന്നതാണ് അതിൻ്റെ കാരണം. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് പകരം ഭൂതകാലത്തിലെ മുറിവിനോടുള്ള പ്രതികരണമായിരിക്കും അപ്പോൾ നമ്മൾ സംഭവിക്കുക. രണ്ടാമത്തെ മുറിവ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉപേക്ഷിക്കപ്പെടലാണ്. നമ്മെ ആരോ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, സ്വീകരിക്കേണ്ട ഒരു സന്ദർഭത്തിൽ, പരിഗണിക്കേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മെ ആരോ ഉപേക്ഷിച്ചതിൻ്റെ വല്ലാത്തൊരു വേദനയുണ്ട്. ഈ ഉപേക്ഷിച്ചതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കുന്നത് ആശ്രിതൻ എന്നുള്ള മുഖംമൂടി വെച്ചിട്ടാണ്. നമ്മെ ആരോ ഉപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് നിരന്തരം നമ്മെ തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റവും നന്നായിട്ട് വിട്ടുവീഴ്ച മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളായി മാറും. സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ അംഗീകാരങ്ങൾ നേടിയെടുക്കുന്ന ഒരാളായി മാറുന്നത് നമ്മുടെ ഒരു പ്രവണതയാണ്. പിന്നെ ഈ മുറിവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആശ്രിതനായി മാറുന്നു എന്നുള്ളതാണ്. ഡിപ്പെൻഡൻ്റ് ആവും, ഓവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ അംഗീകാരത്തിന്, നമ്മുടെ ആനന്ദത്തിന്, നമ്മുടെ വിജയത്തിനൊക്കെ തന്നെ മറ്റുള്ളവർ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ള തോന്നലാണ്. ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല, മറ്റുള്ളവർ കൂടെ ഉണ്ടാവണം. കാരണം പണ്ട് നമ്മെ മുറിപ്പെടുത്തിയ തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു വല്ലാത്ത വേദന നമ്മുടെ അകതാരിലുള്ളതാണ് അതിൻ്റെ കാരണം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂന്നാമത്തെ ഒരു മുറിവുണ്ട്, ആ അപമാനമാണ്. എവിടെയോ ഒരു നല്ല പാട്ട് പാടാൻ വേണ്ടി പാടി, അപ്പോൾ ആ പാട്ട് കൊള്ളരുതാത്തതാണെന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് വരയ്ക്കാൻ വേണ്ടി, ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടി, വല്ലതും ചെയ്യാൻ വേണ്ടി ഒന്ന് ഒരുമ്പെട്ടപ്പോൾ അപ്പോൾ കിട്ടിയ മനസ്സിനേറ്റ വല്ലാത്ത പ്രഹരമാണ് അപമാനം എന്ന് പറയുന്നത്. ഈ അപമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു മസോക്കിസ്റ്റായിട്ട് മാറും. മസോക്കിസ്റ്റായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ, എല്ലാ ദുഃഖവും എനിക്ക് തരൂ, എൻ്റെ പ്രിയസഖി പോയി വരൂ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തു കൊള്ളാം, എൻ്റെ പ്രിയസഖി നന്നായിരിക്കട്ടെ എന്നുള്ള തോന്നൽ. ഞാൻ എല്ലാ കുറ്റവും, അമ്മായിയമ്മ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും കുറ്റം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, അമ്മായിയമ്മ സന്തോഷമായിരുന്നാൽ മതി. ഭർത്താവ് ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, ഭർത്താവ് സന്തോഷമായിരുന്നാൽ മതിയെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പീഡ സഹിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ അനുഭവിച്ച അപമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നോക്കുമ്പോൾ നാലാമത്തൊരു മുറിവ് കൂടി നമ്മെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അത് വഞ്ചനയാണ്. വഞ്ചന എന്ന് വെച്ചാൽ, നാം പ്രതീക്ഷിച്ചിടത്ത് നമുക്ക് വിരുദ്ധമായ തരത്തിലുള്ള പെരുമാറ്റം ലഭിച്ചപ്പോൾ നാം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. സ്നേഹിക്കപ്പെട്ടിടത്ത് വഞ്ചിക്കപ്പെടുന്നു, വിശ്വസിക്കപ്പെട്ടിടത്തേക്ക് വഞ്ചിക്കപ്പെടുന്നു, പ്രതീക്ഷിക്കപ്പെടുന്നിടത്ത് വേണ്ടത്ര രീതിയിലുള്ള ഫലം ലഭിക്കുന്നില്ല. ഇങ്ങനെ വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺട്രോളറായിട്ട് മാറും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കർക്കശ സ്വഭാവമുള്ള ഒരാളായി മാറിയിട്ട്, ഇനി ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല, ലോകത്ത് ഞാൻ എന്നെ മാത്രമേ വിശ്വസിക്കൂ, വേറെ ഒരാളെയും വിശ്വസിക്കാത്തൊരു പ്രകൃതത്തിലേക്ക് നമ്മൾ സ്വയം മാറും. അപ്പോൾ ഈ വഞ്ചനയുടെ മുറിവേറ്റ ഒരാളാണ് സത്യത്തിൽ കർക്കശ സ്വഭാവിയായിട്ടുള്ള ഒരു
അച്ഛനായി, അമ്മയായി, മകനായി, മകളായി, ഭാര്യയായി, വിദ്യാർത്ഥിയായി, അധ്യാപകനായി മാറുന്നു. അവിടെ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്നൊരു കാര്യം എന്താണെങ്കിൽ, ഞാൻ തന്നെ ചെയ്താലേ ഭംഗിയാവും, ഞാൻ ചെയ്യണം, എൻ്റെ കൈയെത്താതെ അത് വൃത്തിയാവില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. ടീം വർക്ക് ചെയ്യാനൊന്നും ഈ മുറിവുള്ളവർക്ക് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. ഇനി ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മുറിവാണ് അനീതി അനുഭവിക്കുക. നാം നീതി പ്രതീക്ഷിച്ചിടത്ത് ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ, അല്ലെങ്കിൽ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കിടയിൽ, അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്കിടയിൽ അനീതി അനുഭവിച്ചതിൻ്റെ വേദന നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കർക്കശക്കാരനായി റിജിഡായി മാറുന്നു എന്ന് കാണാം. റിജിഡായി മാറുക വെച്ചാൽ ഒന്നിനും വഴങ്ങിക്കൊടുക്കാത്തൊരു പ്രകൃതം, ഒരു വഴക്കമില്ലായ്മ നമ്മുടെ സ്വഭാവമായി മാറും. അങ്ങനെ വഴക്കമില്ലായ്മ ഒരു സ്വഭാവമായി മാറുമ്പോൾ നമ്മുടെ വികാരങ്ങൾ അടിച്ചമർത്തുകയും സ്വയം സമ്മർദ്ദം നൽകുകയും ദുർബലത എന്നത് ഒരു കുറവായി കാണുന്ന ഒരു പ്രകൃതം നമ്മൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം കുഞ്ഞുനാളിൽ എവിടെയോ തരളിതമായ നമ്മുടെ പ്രായത്തിൽ ഏറ്റ പ്രഹരമായിരിക്കും. ഈ പ്രഹരങ്ങൾ തന്നത് ആരാണ്? സ്വയം ചോദിച്ചു നോക്കൂ. ഒന്നുകിൽ വീട്ടിലെ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ, അനുജത്തിമാർ, അതല്ലെങ്കിൽ വീട്ടിലെ മുത്തശ്ശൻ, മുത്തശ്ശി, അതല്ലെങ്കിൽ ക്ലാസ് റൂമിൽ അധ്യാപകൻ, അല്ലെങ്കിൽ കൂട്ടുകാർ. ഇങ്ങനെ പലതരത്തിലുള്ള മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വാക്കും പ്രവൃത്തിയും അവരുടെ ചേഷ്ടകളും നമ്മുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ഇപ്പോഴും അവിടെ നിന്ന് പച്ചയായി വേദനിക്കുന്നതിൻ്റെ കാരണമാണ് നമ്മളിങ്ങനെ കർക്കശപ്രകൃതക്കാരാവുന്നതും പിന്മാറി ഒഴിയുന്നവരായി തീരുന്നതും നമ്മൾ അതുപോലെ തന്നെ വഴക്കമില്ലാത്തവരായി തീരുന്നതും നമ്മൾ ആ അർത്ഥത്തിൽ എല്ലാറ്റിൽ നിന്നും ഞാൻ കൊള്ളരുതാത്തവനാണ്, വിജയം വന്നിട്ട് പോലും കൊള്ളരുതാത്തവനാണെന്നുള്ള തോന്നലുണ്ടാവുന്നതിൻ്റെയൊക്കെ കാരണം. പ്രിയമുള്ളവരെ, ഈ 5 മുറിവുകളിൽ ഏതോ ഒന്ന് നിങ്ങൾ ഇപ്പോഴും വേട്ടയാടുന്നെങ്കിൽ നിങ്ങൾ ഞാനീ പറഞ്ഞ അർത്ഥത്തിൽ മുറിവുണങ്ങാത്ത മനസ്സുമായി നടക്കുന്നവരാണ്. ഈ മുറിവുണങ്ങാത്ത മനസ്സിൽ ഏത് മുറിവാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാമോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ മുറിവുണക്കുന്നതിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാം. നന്ദി, നമസ്കാരം.